വെള്ളം പഞ്ചസാരയും പാകത്തിനിട്ടതിന് ശേഷം നല്ലോണം തിളപ്പിച്ച് വേവിക്കണം. നല്ല തിളച്ചിട്ട് മുന്തിരി വേവാൻ തുടങ്ങി. ഇത് പുറത്ത് വെച്ചൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് തണുപ്പിച്ചതിന് ശേഷം അടിച്ചെടുക്കാം. വേവിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുന്തിരിയാണിത്. തണുത്ത് കഴിഞ്ഞ് നല്ല തണുപ്പായിട്ടുണ്ട്. നമുക്ക് മിക്സിയിലൊന്ന് അടിക്കാം. നമുക്കൊരു അരിപ്പയിൽ നന്നായി അരിച്ചെടുക്കാം. നമ്മുടെ ജ്യൂസ് റെഡിയായി. ഇതിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നല്ല കട്ടി കൂടുതലാവും, നല്ല ടേസ്റ്റുമാണ്. ഇത് നമ്മളങ്ങനെ പഞ്ചസാരയും കൂട്ടി വേവിച്ചിട്ട് അടിക്കുമ്പോൾ നമ്മൾ സാധാ അടിക്കണ പോലെയല്ല, അതിനൊരു പ്രത്യേകത ഉണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.